ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും അടിച്ചു പൊളിച്ചിട്ടൊക്കെ ഇരിക്കുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസിൻ്റെ തലേന്ന് നമുക്ക് പുറത്തോട്ട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ ക്രിസ്മസിൻ്റെ തലേന്നുള്ള കുറച്ച് വിശേഷങ്ങളാണ്. കാരണം നമുക്ക് മലക്കറിയും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ അതുപോലെ മേടിക്കുന്ന കണക്ക് മേടിക്കണമായിരുന്നു. പിന്നെ സ്പെഷ്യലായിട്ടുള്ളതെന്ന് വെച്ചാൽ ചിക്കൻ മേടിക്കാമെന്ന് കരുതി. പിറ്റേന്ന് ക്രിസ്മസ് ആണല്ലോ, അപ്പോൾ അമ്മായും ചേട്ടനും പറഞ്ഞ് ചിക്കൻ മേടിക്കാൻ പറഞ്ഞ് അത് പിറ്റേന്ന് കറി വെക്കാമല്ലോ. അപ്പോൾ അതാണ്ട് ഒരു 5:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി. കാരണം പുൽക്കൂടൊക്കെ ഉണ്ടെങ്കിൽ കാണാമെന്നും കരുതി. പക്ഷേ പുൽക്കൂടും കാര്യങ്ങളൊന്നും ഇപ്രാവശ്യം കടകളുടെ മുന്നിലൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റേത് ഓട്ടോ സ്റ്റാൻഡിലൊക്കെ പുൽക്കൂടൊക്കെ ഒരുക്കി വെക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇച്ചിരി താമസിച്ച് ഇറങ്ങിയത്. പക്ഷേ പുൽക്കൂടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അതാണ് നമ്മൾ മലക്കറി കട വന്ന്. ഇത് എല്ലാം കിട്ടുന്നൊരു കട. മലക്കറി, തേങ്ങ, മുട്ട, പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ്, അത്യാവശ്യം കുറിക്കേണ്ട സാധനങ്ങളെല്ലാം, അരി, പഞ്ചസാര അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടില്ല. സോപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരുവിധം വീട്ടിലെല്ലാ സാധനങ്ങളും ഈ കടയിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടുന്ന് മെയിനായിട്ട് എടുക്കുന്നത് മുട്ടയും ഫ്രൂട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ മേടിക്കും, പിന്നെ മലക്കറി. അങ്ങനെ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം മേടിച്ചു. പിന്നെ തേങ്ങയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഇത്രയും മേടിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞ് നടന്നിട്ട് നമുക്ക് ചന്തയിലോട്ട് കയറിയാൽ മതി. പിന്നെ അവിടെ നിന്നാണ് ചിക്കനും കാര്യങ്ങളുമൊക്കെ മേടിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും ഉണ്ട് തേങ്ങാക്കടയൊക്കെ. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ല തിരക്കായിരിക്കും. എന്നത്തേം കാട്ടി കൂടുതൽ സമയം ചന്ത ഇന്ന് രാത്രിയിലൊക്കെ കാണും. ആ ഒരു ക്രിസ്മസ് അല്ലേ പിറ്റേന്ന്, അപ്പം മാക്സിമം കച്ചവടം നടക്കും. പിന്നെ ചെറുകിട കച്ചവടക്കാരും ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്നാണ് കപ്പ മേടിക്കുന്ന സമയം ഇവിടെ നിന്നാണ് കപ്പയൊക്കെ മേടിക്കുന്നത്. അതുകൊണ്ട് വാപ്പ അവിടെ ഇരിപ്പുണ്ട്. വാപ്പയെടുത്ത് ആളൊന്നുമില്ല. എല്ലാവരും കമ്പനി വിടുന്ന ചേച്ചിമാരൊക്കെ വരുന്നതേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ റോഡരികിൽ മുട്ട, നാരങ്ങ ഇതെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കച്ചവടക്കാരും ഉണ്ട് ചന്തയ്ക്കകത്ത്. വലുതായിട്ടും ഉണ്ട് ചെറുതായിട്ടും ഉണ്ട്. അങ്ങനെയുള്ളൊരു ചന്തയാണ്. പിന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കൈ രണ്ടിലും സാധനങ്ങളും കാര്യങ്ങളുമായിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് വന്ന് ഇനി ചിക്കൻ കഴുകണം. അത് നമ്മൾ കറി വെക്കാനുള്ളതൊന്ന് വറുക്കാനുള്ളത് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. അതാകുമ്പോൾ പിറ്റേന്ന് എടുക്കുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. പിന്നെ മേടിച്ചുകൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അടുക്കി പറക്കി വെക്കണം. അപ്പോൾ അതൊക്കെ ചേച്ചി ചെയ്യുന്നുണ്ട്. കാരണം ഇതെല്ലാം ചെയ്ത് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് രാത്രിത്തേക്കുള്ള കഞ്ഞി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ രാത്രി കഞ്ഞി ആക്കാമെന്ന് കരുതി. അങ്ങനെ പിന്നീട് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി, ചിക്കനൊക്കെ കഴുകി എല്ലാം നീറ്റാക്കി അടുക്കളയൊക്കെ വൃത്തിയാക്കി. ഇനിയിപ്പം കഞ്ഞി കുടിച്ചാൽ മതി. ഞാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെ കഞ്ഞിക്കുള്ള പാത്രവും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം കഞ്ഞിക്ക് ഞാൻ കഞ്ഞി ആക്കിയിട്ട് പിന്നെ അച്ചാറായിട്ട് വേറൊന്നും ഫ്രിഡ്ജിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇഞ്ചിക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് തന്നെ ധാരാളം, ഞങ്ങൾക്ക് കഞ്ഞിക്ക് ഇത് മതി. പിന്നെ കരളും ഒരു 2-3 പീസ് ചെറുതാക്കി കുഞ്ഞു പീസാക്കിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കഞ്ഞിയിടും. അപ്പോൾ പിന്നെ പപ്പടമോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഇത് തന്നെ മതി. അപ്പം ഇതെല്ലാമായിരുന്നു ഞങ്ങളുടെ രാത്രിത്തെ ഫുഡും നമ്മുടെ ക്രിസ്മസിൻ്റെ തലേന്നുള്ള നമ്മുടെ വൈകുന്നേരത്തെ വിശേഷങ്ങളെല്ലാം. അപ്പോൾ നമ്മളെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.